ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി ചിക്കൻ കടായാണ്. അപ്പോൾ വീഡിയോകളിലേക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം നോക്കാം. ഫസ്റ്റ് നമുക്ക് വേണ്ട ചിക്കൻ ആണ്. ചെറിയ ചെറിയ പീസസ് ആയിട്ട് ചിക്കൻ കട്ട് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി, മുളക് പൊടി, കുറച്ച് നാരങ്ങയും കൂടിയും ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. 5-6 പച്ചമുളക് നെടുങ്ങിനെ കീറിയത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇഞ്ചിയാണ്. കുറച്ച് ഇഞ്ചി നീളത്തിൽ കീറി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്കിതിലേക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ടൊമാറ്റോ ആണ്. ഇവിടെ ഞാൻ 3 വലിയ ടൊമാറ്റോകൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ടൊമാറ്റോ ഇങ്ങനെ ചെറിയ പീസസ് ആക്കേണ്ടതില്ല. ഞാൻ ചെറിയ പീസ് ആക്കിയെന്നുള്ളൂ. ചെറിയ പീസ് ആക്കാത്ത നല്ലത്. 2-3 കഷ്ണങ്ങളാക്കി എടുത്താൽ മതി കേട്ടോ. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. ഇത്ര ഇൻഗ്രീഡിയൻസ് മതി നമുക്ക് സൂപ്പ് ചിക്കൻ കടായി വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒരു കടായി വയ്ക്കുക, അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് സോൾട്ടാണ്. സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്ത ഉടനെ തന്നെ നമുക്ക് ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കനിൽ നിന്നും വരുന്ന വെള്ളം നമുക്ക് വറ്റിച്ചെടുക്കണം കേട്ടോ. വെള്ളം വറ്റിച്ച് എണ്ണ തെളിഞ്ഞു വരുന്നതാണ് ഇതിൻ്റെ ഒരു പാകം. ചിക്കൻ അടച്ചു വെച്ച് നമുക്ക് വെള്ളം വറ്റിച്ചെടുക്കാവുന്നതാണ്. നെക്സ്റ്റ് വെള്ളം വറ്റി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇതിന്റെ പച്ചക്കുത്തു മണം മാറുന്ന വരെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇത് വരട്ടി എടുക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ടൊമാറ്റോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മൊത്തം ടൊമാറ്റോ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ടൊമാറ്റോ ഇതിൽ നല്ല രീതിയിൽ തന്നെ ഉടഞ്ഞു ചേരണം. കുറച്ചു നേരം നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. അതിലേക്ക് കുറച്ച് വെള്ളം ഇല്ലെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ടൊമാറ്റോ നല്ല രീതിയിൽ തന്നെ ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ടൊമാറ്റോയുടെ തൊലിപ്പോഷൻ ഇതിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയണം. എനിക്ക് പറ്റിയൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെറിയ ചെറിയ പീസസ് ആയി കട്ട് ചെയ്തതുകൊണ്ട് തന്നെ എനിക്ക് റിമൂവ് ചെയ്ത് കളയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. നിങ്ങൾ ചെയ്യുക, വലിയ വലിയ കഷ്ണങ്ങളായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തൊലിപ്പോഷൻ റിമൂവ് ചെയ്ത് കളയാൻ പറ്റും. ചെറിയ ചെറിയ പീസസ് ആണെങ്കിൽ നമുക്കത് കണ്ടുപിടിച്ച് കളയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ മാക്സിമം നിങ്ങൾ വലിയ പീസസ് ആയിട്ട് ടൊമാറ്റോ ആഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. നല്ല സ്മെല്ലൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട്. ഏകദേശം കടായിയുടെ സ്മെല്ലൊക്കെ ഇപ്പം തന്നെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, നെക്സ്റ്റ് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് ഗരം മസാലയാണ് കേട്ടോ. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഉപ്പ് നിങ്ങൾക്ക് കുറവായിട്ട് തോന്നുമെങ്കിൽ ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം എനിക്കിവിടെ കുറച്ച് തിക്കായി പോയ പോലെ ഫീൽ ചെയ്തുകൊണ്ട് ഞാൻ കുറച്ചുകൂടി വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് നെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് തൈരാണ്. 1 കപ്പ് തൈര് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അധികം പുളിയില്ലാത്ത തൈരായതുകൊണ്ടാണ് ഞാൻ 1 കപ്പ് തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ നിങ്ങൾ 1/2 കപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. തൈര് ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ആഡ് ചെയ്യുക. ആ തൈര് നമ്മൾ തിളപ്പിക്കേണ്ടതില്ല, ചെറുതായിട്ട് ചൂടാക്കി എടുക്കേണ്ടതുള്ളൂ. ഈ ടൈമിൽ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് ഇത്തിരി കുറവ് പോലെ ഫീൽ ചെയ്തുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഏകദേശം ചിക്കൻ കടായി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നെക്സ്റ്റ് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക്, ഇഞ്ചി ഒക്കെ ആഡ് ചെയ്ത് കൊടുത്ത് ഒന്നും കൂടി മിക്സ് ചെയ്ത് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. നമ്മുടെ സൂപ്പർ ടേസ്റ്റി വീട്ടിലുണ്ടാക്കിയിരിക്കുന്ന ചിക്കൻ കടായി ആയിട്ടുണ്ട്. ഇതിലേക്ക് ചില്ലി ഫ്ലേക്സും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. ഓക്കെ, ബൈ, സീ യു.